നമസ്കാരം. ജാർഖണ്ഡിൽ എയർ ആംബുലൻസ് തകർന്നു വീണു. റാഞ്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കുന്നതിനിടയിലാണ് സംഭവം. അപകടത്തിൽ 7 പേരാണ് മരിച്ചിരിക്കുന്നത്. 2 ജീവനക്കാരും 5 യാത്രക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. രാത്രി 7:30യോടെയാണ് സംഭവമുണ്ടായത്. രോഗിയായ സഞ്ജയ് കുമാർ, ഡോക്ടർ വികാസ് കുമാർ ഗുപ്ത, പാരാമെഡിക് സച്ചിൻ കുമാർ മിശ്ര, സഹായികളായ അർച്ചന ദേവി, ദുരുകുമാർ, പൈലറ്റുമാരായ ക്യാപ്റ്റൻ വിവേക് വികാസ് ഭഗത്, സവരാജീവ് സിംഗ് എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 41കാരനായ സഞ്ജയ് കുമാറിന് പൊള്ളലേറ്റതിനെ തുടർന്ന് ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകവെയാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. റാഞ്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള മെഡിക്കൽ എമർജൻസി ഫ്ലൈറ്റിലായിരുന്നു വിമാനം. റാഞ്ചിയിൽ നിന്ന് രാത്രി 7:11 വിമാനം പറന്നുയർന്നു. ഛത്ര ജില്ലയിലെ സിമരിയയ്ക്ക് സമീപമുള്ള കസാരിയ പഞ്ചായത്തിലാണ് വിമാനം തകർന്നു വീണത് എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കൊൽക്കത്തയുമായി റഡാർ ബന്ധം സ്ഥാപിച്ച ശേഷം മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനം വഴിതിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടിരുന്നു. 7:34ഓടെ വാരാണസിയിൽ നിന്ന് ഏകദേശം 100 നോട്ടിക്കൽ മൈൽ തെക്കുകിഴക്കായി കൊൽക്കത്തയുമായുള്ള ആശയവിനിമയവും റഡാർ ബന്ധവും നഷ്ടപ്പെടുകയായിരുന്നു. രാത്രി 10 മണിക്ക് ഡൽഹിയിലെത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സ്ഥലത്തേക്ക് തിരിച്ചു കഴിഞ്ഞു. അതേസമയം നമ്മുടെ രാജ്യത്ത് ഒരു മാസത്തിനിടെ നടക്കുന്ന 2ാമത്തെ വിമാന അപകടമാണിത്. ജനുവരി 28-ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെയുള്ളവർ വിമാന അപകടത്തിൽ മരിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം തേജസ് ലൈറ്റ് യുദ്ധവിമാനങ്ങളെ മുഴുവൻ നിലത്തിറക്കിയിരുന്നു ഇന്ത്യൻ വ്യോമസേന. തുടർച്ചയായി ഉണ്ടായ അപകടങ്ങളുടെ പിന്നാലെയാണ് ഈ ഒരു നടപടി വ്യോമസേന സ്വീകരിച്ചത്. ഏകദേശം 30 തേജസ് ലൈറ്റ് വിമാനങ്ങളെയാണ് നിലത്തിറക്കിയിട്ടുള്ളത്. സിംഗിൾ സീറ്റ് യുദ്ധവിമാനങ്ങളാണ് തേജസ് ലൈറ്റ്. ഫെബ്രുവരി 7-നും തേജസ് ലൈറ്റ് വിമാനം അപകടത്തിൽപ്പെട്ടിരുന്നു. ഇതോടെ 2 വർഷത്തിനിടെ ഇതേ ഗണത്തിൽ അപകടത്തിൽപ്പെടുന്ന 3ാമത്തെ വിമാനമായി തേജസ് ലൈറ്റ്. ഇതിന് പിന്നാലെയാണ് സാങ്കേതിക പരിശോധനകൾ ശക്തമാക്കുന്നതിനായി വ്യോമസേന 30 യുദ്ധവിമാനങ്ങളെ നിലത്തിറക്കിയത്. 2024 മാർച്ച് മാസത്തിലായിരുന്നു തേജസ് ലൈറ്റ് വിമാനത്തിന്റെ ആദ്യ അപകടം. ജയ്സാൽമീറിന് സമീപമാണ് തേജസ് ലൈറ്റ് വിമാനം തകർന്നത്. 2025 നവംബറിൽ ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് ലൈറ്റ് തകർന്ന് പൈലറ്റ് കൊല്ലപ്പെട്ടത് വലിയ ചർച്ചയായി മാറിയിരുന്നു. എന്തായാലും ഇപ്പോഴുണ്ടായ ഈ ഒരു വിമാന അപകടത്തിൽ 7 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതേസമയം ഈ വിമാനം ഇറങ്ങിയ സമയത്തുള്ള ഒരു ആഘാതത്തിൽ മറ്റാരെങ്കിലും മരിച്ചിരുന്നോ എന്ന കാര്യത്തിലും ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. ജനവാസ മേഖലയിലേക്ക് തന്നെയാണ് ഇത് ഇടിച്ചിറങ്ങിയത്. ഡൽഹിയിലേക്കുള്ള മെഡിക്കൽ എമർജൻസി ഫ്ലൈറ്റ് ആയിരുന്നു വിമാനം. 7:11 പറന്നുയർന്ന വിമാനം പിന്നീട് ഉടൻ തന്നെ തകർന്നു വീഴുകയായിരുന്നു. മോശം കാലാവസ്ഥയാണ് പ്രധാന കാരണമായി പറഞ്ഞിരിക്കുന്നത്.